ഷഫീർ സാറേ, നമ്മൾ ഈ സത്യത്തിൽ ഈ IITസിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ പഠിക്കുന്നതും ആക്ച്വൽ ഡിഫറൻസ് എന്താണ് സത്യത്തിൽ? ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു ഷർട്ട് വാങ്ങുന്ന എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3000 റുപ്പീസിനൊരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങി ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 300 റുപ്പീസിനൊരു നോർമൽ ഷർട്ട് വാങ്ങാം. രണ്ടും പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി യെസ്. പക്ഷേ ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇട്ട് വരുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നതും ആ ഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ, അതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IITസും ഒരു നോർമൽ കോളേജുകളും. IITകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. IITN എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അത് മാത്രമല്ല, ആ കോളേജിലുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസും അവിടുത്തെ അക്കാഡമിക് എക്സ്പോഷർ, ക്യാമ്പസ് ആവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അവിടുന്ന് കിട്ടുന്ന പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അലുമിനി നെറ്റ്വർക്കും, ഇതെല്ലാം എന്താണ് നമുക്കൊരു നോർമൽ കോളേജുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മളെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആളുകൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് തന്നെ എന്താണ് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എസ്പെഷ്യലി ഓൾഡർ IITs, നമ്മൾ ആദ്യത്തെ 5-6 ടോപ്പ് IITs എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70 വർഷമായിട്ട് ഗവൺമെൻറ് ഫണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നോർമൽ കോളേജിൽ കിട്ടുന്നതിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറുമാണ് കിട്ടുക.